It's with immense pride and heartfelt joy that I welcome you all to this special mock assembly session organized in the sacred hall of the Kerala Legislative Assembly Auditorium. Today's session is not just a rehearsal of parliamentary procedures. It's a powerful statement by the youth against one of the most pressing issues of our time, the drug abuse. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്ന ആശയം 2006-11 കാലഘട്ടത്തിൽ VS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പം അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്ന ആശയം രൂപപ്പെടുന്നത്. കേരള പോലീസ് നിയമസഭയിൽ ഒരു മോക്ക് അസംബ്ലി സംഘടിപ്പിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളത് കാലിക പ്രസക്തിയുള്ള വിഷയമെന്നുള്ള നിലയ്ക്ക് വളരെ പ്രാധാന്യത്തോടെ സ്വീകരിക്കുകയും ഒരു മോക്ക് അസംബ്ലി കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. നിങ്ങളിന്ന് നിയമസഭയിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇത് നിയമനിർമ്മാണ സഭയാണ്. സാധാരണ നിലയിൽ ഒരു നിയമസഭക്കകത്ത് ഇതുപോലെ യൂണിഫോം ഇട്ട ആൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. യൂണിഫോം ഇട്ട് ഏത് ഒഫീഷ്യൽസും ഇവിടെ വരണമെങ്കിൽ നിയമസഭയുടെ അംഗീകാരം വേണം, നിയമസഭയുടെ അനുമതി വേണം. നിങ്ങളിന്നലെ അനുമതി ചോദിച്ചു. അനുമതിയുടെ ഭാഗമായാണ് നിങ്ങളെല്ലാം യൂണിഫോം ഇട്ടുകൊണ്ട് ഈ പ്രമൈസസിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിച്ചത്. ഞാൻ നേരിട്ട് വന്ന് ഓണറബിൾ സ്പീക്കർ AN സംഷീർ അദ്ദേഹത്തിന് കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ട് ഇതിന് വേണ്ടിയിട്ടൊരു പിന്തുണ നൽകിയായിരുന്നു. ഈവൻ കുട്ടികൾ നിയമസഭയുടെ റൂൾസ് അനുസരിച്ച് ഈവൻ സീനിയർ പോലീസ് ഓഫീസേഴ്സ് വരെ ആരും യൂണിഫോമിൽ ഇതിനകത്ത് ഈ ഒരു ബിൽഡിങ്ങിൽ ഒരു ഇതിൻ്റെ റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പറ്റില്ല. അഭിമാനമാണ് കുട്ടികൾക്ക് ഇവിടെ ഒരു ജസ്റ്റ് ഇവിടെ വന്ന് സഞ്ചരിക്കാനും കാണാനും ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ലൈഫിൽ തന്നെ ഒരു ഡെഫിനറ്റ്ലി ഒരു ഡ്രീം ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഞങ്ങളിവിടെ ഈ നിയമസഭയിലേക്ക് എത്തിയപ്പോൾ ഇവിടുത്തെ സെക്രട്ടറി മുതലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് നമ്മളൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ ഒരു ബില്ല് അവതരിപ്പിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നെല്ലാം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, ചലഞ്ച്, അത് ഡ്രഗ്സ് അബ്യൂസാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വേദി നിങ്ങൾക്ക് ഞങ്ങൾ അനുവദിക്കാൻ ഇടയായതും നിങ്ങളുടെ സ്ലോഗൻ തന്നെ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ ആയതുകൊണ്ടാണ്. ആൻറ്റി ഡ്രഗ്സിനെതിരെ ക്യാമ്പയിൻ കേരളം അതിൻ്റെ വാർ ഫ്രണ്ടിലാണ്. ഈ വാർ ഫ്രണ്ടിൽ നിൽക്കുന്ന ഓരോ ആളെയും പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ മോക്ക് അസംബ്ലിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം പാസ്സാക്കപ്പെടുകയുണ്ടായി. ആ നിയമത്തിൻ്റെ പ്രത്യേകത ലഹരി വിപണനം അത് ചെറിയ അളവിലാണെങ്കിൽ പോലും ഇറസ്പെക്റ്റീവ് ഓഫ് ദി ക്വാണ്ടിറ്റി നോൺ ബെയിലബിൾ ആക്കണം, ജാമ്യമില്ലാത്ത കുറ്റമാക്കണം. ഓർഡർ. നിയമനിർമ്മാണ കാര്യം. ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി, അങ്ങയ്ക്ക് 2025 കുട്ടികളിലെ ലഹരി ഉപയോഗ തടയൽ ബിൽ അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2025 കുട്ടികളിലെ ലഹരി ഉപയോഗ തടയൽ ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിലുള്ള ലഹരി കേസുകൾ ദൈനംദിനം വർദ്ധിച്ചു വരികയാണ്. ഗില്ലറ്റിനിലെ ഈർച്ചവാൾ പോലെ ലഹരി കുട്ടികളുടെ തലയിലേക്ക് ആഞ്ഞു പതിക്കാൻ പോവുകയാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോയേക്കാം. അതിനാൽ കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗ തടയൽ ബിൽ ഒരു സുപ്രധാനമായ നിയമമാണ്. ഇതിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ലഹരി ഉപയോഗം ശക്തിപ്പെടുകയാണ്. ഇതിനെതിരായി എല്ലാവരും യോജിപ്പാണ്. ഏതായാലും SPCയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, SPCയുടെ ഇനീഷ്യേറ്റീവിന്. കാരണം നിങ്ങൾ ഇതിൻ്റെ വാർ ഫ്രണ്ടിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ കേരളം ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആവുന്ന സെക്ടർ സ്കൂളാണ്, +2 ആണ്, ഹയർ സെക്കൻഡറി സ്കൂളുകളാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ SPC വന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. SPCയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. SPCയോട് നിയമസഭയ്ക്കുള്ള എല്ലാ ആദരവും ഞാൻ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്.
നമ്മുടെ നിയമങ്ങളെ കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടത് ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ അനിവാര്യതയാണ്. അത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണ ബില്ലിന്റെ ഡ്രാഫ്റ്റാണ് ഈ സഭയിൽ അവതരിപ്പിക്കുന്നത്. ലഹരി ഉപയോഗം തടയുന്നതിന് നാം സാധാരണയായി ഉപയോഗിക്കുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് NDPS ആക്റ്റും ജുവനൈൽ ജസ്റ്റിസ് JJ ആക്റ്റുമാണ്. ഇത്തരം നിയമങ്ങൾ വിപുലമാക്കി അത് കുട്ടികളെ പരിരക്ഷിക്കുന്ന തലത്തിലേക്ക് മാറ്റുവാനാണ് ഈ ബിൽ അവതരിപ്പിച്ച് നിയമനിർമ്മാണത്തിലേക്ക് കടക്കേണ്ടത്. എനിക്കൊരാഗ്രഹമുണ്ട്. എന്തെന്നാൽ ഇന്ന് ഇവിടെ അവതരിപ്പിച്ച ഈ ബില്ല് യഥാർത്ഥ നിയമസഭയിൽ ഒരു നിയമമായി ഉണ്ടാകണമെന്ന്, കുട്ടികൾക്ക് വേണ്ടി ഒരു നിയമമായി ഉണ്ടാകണമെന്ന് ഞാൻ ആശിക്കുന്നു. ബഹുമാനപ്പെട്ട അംഗം രാം ദ്രൗപദ് കൃഷ്ണ മാസ്റ്റർ, അങ്ങയ്ക്ക് ബിൽ ഒരു സെലക്ടഡ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2025 കുട്ടികളിലെ ലഹരി ഉപയോഗം തടയൽ ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി അയക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. Our government have taken proactive measures to tackle the issue, sir. We have registered a significant number of cases regarding to drug abuse, drug trafficking and substance abuse. Our government is committed to rescue our youth from the danger of the drug addiction. നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഈ ബിൽ നമ്മുടെ സർക്കാരിന്റെ, നമ്മുടെ കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു പൊന്തൂവലായി മാറും എന്നതിൽ തർക്കമില്ല. സാർ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഔചിത്യപൂർണമായ നിയമ സംവിധാനങ്ങളെ കൃത്യമായി വിനിയോഗിക്കാനുള്ള കഴിവ് ഈ സർക്കാരിനില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത് സാർ, ഉള്ള നിയമങ്ങൾ അത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുകയാണ് വേണ്ടത്. ചരിത്രപരമായ ഒരുപാട് നിയമനിർമ്മാണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു നിയമസഭയാണിത്. ആ പട്ടികയിൽ ഒരു മുതൽക്കൂട്ട് കൂടിയാകും ഈ ബില്ലെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇവിടെ അവരെ രക്ഷിക്കുന്നത് നിയമത്തിന്റെ പഴുതുകളല്ല സാർ, മറിച്ച് നിയമം കൃത്യമായി നടപ്പിലാക്കാത്തതിന്റെ അഭാവമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പുതിയ നിയമനിർമ്മാണം ഈ സർക്കാരിന്റെ മറ്റൊരു ഹിഡൻ അജണ്ടയാണ്. നമ്മുടെ യുവജനത ഉൾപ്പെടുന്ന സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി. സർ, രാജ്യത്തിന് തന്നെ മാതൃകയായ പല നിയമനിർമ്മാണങ്ങളും നിയമപരിഷ്കാരങ്ങളും നടത്തി ചരിത്രം സൃഷ്ടിച്ച ഈ നിയമസഭയ്ക്ക് ഈ ആക്ട് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നതിൽ സംശയമില്ല. ഓമനിച്ചു വളർത്തുന്ന മക്കൾ ലഹരിക്കടിമയായി അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെ തന്നെയാണ് കൊന്നുകളയുന്നത്. അവർ എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല സാർ. എന്താണ് സാർ നമ്മുടെ കുട്ടികൾ ഇന്നത്തെ സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും എല്ലാം കണ്ടു പഠിക്കുന്നത്? ലഹരി ഉപയോഗിക്കുന്നവൻ വീരനായകൻ. അതെങ്ങനെ ഉപയോഗിക്കണമെന്നും ഉപയോഗിച്ചാൽ ലഭിക്കുന്ന സുഖത്തെ പറ്റിയുമെല്ലാം പച്ചയായി ആവിഷ്കരിക്കുകയല്ലേ സാർ? പ്രതിപക്ഷം ഇവിടെ ഉന്നയിച്ച വാദം അടിസ്ഥാനരഹിതവും സാമൂഹ്യ വിരുദ്ധവുമായതിനാൽ ഭരണപക്ഷം ഇവിടെ അവതരിപ്പിച്ച ബിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഭരണപ്രതിപക്ഷ ഭേദമന്യേ പാസ്സാക്കണമെന്ന് പറയുന്നു സർ. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു.